ഇത് മൂന്നാമത് വീണ്ടും പെരുമ്പാമ്പിനെ കിട്ടിയെന്ന് പറഞ്ഞ വലിയ അതിശയമായിരിക്കുന്നല്ലോ. ഒരു ഘട്ടമാണല്ലോ. ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നത്. അന്ന് വന്ന് മിനിഞ്ഞാന്ന് വന്നൊരു ഫോറസ്റ്റുകാർ വന്ന് 2 കൊണ്ടുപോയി അവരുടെ സോപാനത്ത് വരെ കയറി. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞത് വല്ലാത്ത വീടിന്റെ വരാന്തയിലായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ വിവരം അറിഞ്ഞ് വന്ന് അവരെ ആരോ അയൽക്കാരൊക്കെ കൂടി വന്ന് വീടിന്റെ തിണ്ണക്ക് കയറി എന്തോ ചെയ്യാനാ അവരെ പിടിച്ചൊരു ചാക്കിനകത്തിലാക്കി. പക്ഷെ ഫോറസ്റ്റുകാർ പറഞ്ഞ് അങ്ങനെ ഇടരുത്, കുറ്റമാണ്. അതായത് പക്ഷെ അവരോട് പറയണം, തീർച്ചയായിട്ടും അവർ വന്നൊന്ന് പരിശോധിക്കാൻ പറയണം. കുട്ടികൾ മാത്രം താമസിക്കും, കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്ന ഒരു തള്ളയും മുകളിലും വയ്യാത്ത ഒരു സഹോദരിയും ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്യുക. ഫോറസ്റ്റുകാരോട് പറയണം, അവര് നമ്മളെപ്പോലുള്ള ആളുകളല്ലയോ, അവർക്കും ഒരു ആത്മാർത്ഥത വേണ്ടായോ. വന്ന് നോക്കി ഇവിടെ ഈ പരിയമ്പറമൊക്കെ അവര് വാഷിംഗ് മെഷീൻ വെച്ചെല്ലാം പോച്ചയൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. നേരെ കാലാവസ്ഥ ചൂട്. ഇതിപ്പോ മൂന്നാമത്തെയാണ് ഇന്നത്. ഇനിയും വല്ലതും ഉണ്ടോന്ന് ആർക്കറിയാം. മിഷൻ അടിച്ചോണ്ടിരിക്കുക, ഇനിയും വല്ലതും കിട്ടുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഇപ്പോഴത്തെ കൊച്ചനെ ഒരു മക്കളിലാക്കിയിട്ടിരിക്കുക. അവർക്ക് ചാക്കിനകത്ത് പിടിച്ചു വെച്ച് പേടിയായി പോയി, ഇനി വല്ല കേസ് ഉണ്ടാകുമോ എന്നുള്ള പേടി. വീട്ടിനകത്ത് കയറി സ്ത്രീകൾ പേടിച്ച് കരഞ്ഞ് വിളിച്ച് ആകപ്പാടെ നാടിളക്കിയില്ലയോ. പറ്റൂലല്ലോ, ആ ഒരു സാഹചര്യം പെരക്കകത്തിലൊക്കെ കയറിയില്ലയോ. വീട്ടുകാരൊക്കെ കൂടി എല്ലാം പിടിച്ച് ചാക്കിനകത്തിലാക്കി. എന്തായാലും അവർ കൊണ്ടുപോയി. എന്റെ പേര് ചന്ദ്രശേഖരൻ നായർ. പുള്ളി കാർഡ് അടിച്ചപ്പോ വേറൊരു പാമ്പിനെ അവിടെ കണ്ടാണ്. അത് നമ്മളെ കാണുമ്പോൾ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് സമയത്തായാലും നിങ്ങൾ ഇപ്പൊ ഞാൻ അരമണിക്കൂറായി വിളിച്ചിട്ട് ഞാനാ വിളിച്ചത്. അപ്പൊ ഇത് എതുവഴിയെങ്കിലും പോയാൽ ഞങ്ങൾ ആദ്യം വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്തിന് പിന്നെ വരുമ്പോ അവന് പോയി കഴിഞ്ഞാൽ കരുനാപ്പള്ളി എങ്ങാണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ മൂന്നാമത്തെ പാമ്പിനെയാണ് ഇവിടെ നിന്നും പിടിക്കുന്നത്. 2 പാമ്പുകളെ ഇതിനകം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ കിട്ടിയതാണ്. 2 കുട്ടികളും പ്രായമായ ഒരു വയ്യാത്ത അമ്മയും താമസിക്കുന്ന വീടാണിത്. ഇപ്പോൾ ആദ്യം പിടിച്ച പാമ്പിനെ സിറ്റൗട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ അന്ന് തന്നെ വൈകിട്ട് വീണ്ടും ഒരെണ്ണത്തിനെ കിട്ടി. അത് നാട്ടുകാരും വീട്ടുകാരും കൂടി ഒരു ചാക്കിലാക്കി കെട്ടിവെച്ചു. ഫോറസ്റ്റുകാർ അതിന് പിടിക്കരുത്, ചാക്കിലാക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് പോയി. ഇവിടെ 2 പേര് താമസിക്കുന്ന കൊച്ചു കുട്ടികളെ കൊണ്ട് പാമ്പഴഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ചാക്ക് വെച്ച് കൊടുത്തേ ഉള്ളൂ. ചാക്കിൽ അതിനെ ഒരുവിധം കെട്ടി വെച്ചു എയറും കൊടുത്തു ശ്വാസം പോകാൻ വേണ്ടി. ഇപ്പം രാവിലെ കിട്ടിയതാണ്, ഇതിന് മുറ്റത്ത് നിന്ന് കിട്ടിയതാണ്. ഇനിയും പാമ്പുകൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെയും വിചാരം. അതിനാൽ ഫോറസ്റ്റുകാർ വന്ന് ഇതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ഇപ്പോൾ മൊത്തം കാട് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാക്ക് പറഞ്ഞതുകൊണ്ട് ബക്കറ്റിലാക്കി വെച്ചേക്കുകയാണ്. നമ്മളിപ്പോ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെങ്ങോട്ടേലും പോവും. ഏതെങ്കിലും വിടവുകളിൽ പോയിരിക്കും, നമ്മൾ കാണത്തില്ല. അത് ഇനിയും രാത്രി കാലങ്ങളിലോ എല്ലാം ഇഴഞ്ഞ് വീണ്ടും, അതായത് ടൈലിട്ട വരയ്ക്കകത്ത് വരെ വന്ന് കയറിയതാണ് ഇന്നലെ. പൊടിക്കൊച്ചി ചെറിയൊരു പൊടിക്കൊച്ചാണുള്ളത്. അത് മുറ്റത്തൂടെ അതുവഴിയും സ്റ്റെപ്പേ കൂടെ എല്ലാം ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന പ്രായമേ ആയിട്ടുള്ളൂ. എൻ്റെ പേര് ബിജു.